بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم നീ വായിക്കുക നിന്റെ സൃഷ്ടികർമ്മം നടത്തിയ നാഥന്റെ നാമത്തിൽ. വായന മാനുഷിക വികാസത്തിന്റെ ഇന്ധനവും നാഗരിക പുരോഗതിയുടെ പ്രേരകവുമാണെന്ന് അടിവരയിട്ടാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യരാശിയുമായി സംവദിച്ചു തുടങ്ങുന്നത്. എന്ത് വായിക്കണമെന്ന് നിശ്ചയിക്കാതെ വായനയുടെ, പഠനത്തിന്റെ, അന്വേഷണത്തിന്റെ, ഗവേഷണത്തിന്റെ അനന്ത സാധ്യതകൾ തുറന്നിടുകയാണ് ഖുർആൻ. ഓരോ മനുഷ്യന്റെയും ജ്ഞാനദാതാവായും വെളിച്ചമായും ഖുർആൻ സഹസ്രാബ്ദങ്ങളായി തലമുറകൾക്കിടയിൽ നിലനിൽക്കുന്നു. വിശുദ്ധ ഖുർആൻ പ്രസരിപ്പിച്ച ജ്ഞാന ആത്മീയ പ്രഭാവലയത്തിലാണ് കാം ഖുർആൻ അക്കാദമി പിറവികൊള്ളുന്നത്. 2015 തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളുടെ സംഗമദേശമായ കോഴിക്കരയിൽ മജ്ലിസുൽ ഖുർആൻ പദ്ധതിയോടെയാണ് കാം അക്കാദമിയുടെ ആരംഭം. കോഴിക്കര ദേശത്തിന്റെ ഗുരുവായിരുന്ന കണ്ടങ്കായി ആലി മുസ്ലിയാരടക്കം അയൽദേശങ്ങളുടെ ആത്മീയ ആചാര്യന്മാരായിരുന്ന സപ്തഗുരുക്കളുടെ ഓർമ്മയിലാണ് കാം അക്കാദമി പ്രവർത്തിച്ചു വരുന്നത്. ഓരോ വർഷവും അഡ്മിഷൻ്റെ സമയത്ത് 75ഉം 80ഉമൊക്കെ വിദ്യാർത്ഥികൾ ഇവിടെ ഇൻ്റർവ്യൂവിന് വരാനുണ്ട്. പക്ഷേ ഒരു വർഷം വളരെ ചുരുങ്ങിയ 15ൽ താഴെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് നമുക്കിവിടെ അഡ്മിഷൻ കൊടുക്കാൻ കഴിയുന്നുള്ളൂ, സാധ്യമാകുന്നുള്ളൂ. അഭിവന്യരായ എൻ്റെ ഉസ്താദ് കൂടിയായ ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന മുഹയ്യദ്ദീൻ ഫൈളി എടയൂർ ഉസ്താദിൻ്റെ വരവോടുകൂടി കൂടുതൽ വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അഡ്മിഷന് വേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവരെ പരമാവധി ഉൾക്കൊള്ളാൻ പറ്റുന്ന, സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ആവശ്യമാണ് എന്ന് എല്ലാവരും ആഗ്രഹിക്കുകയും ആ ഒരു ലക്ഷ്യത്തിലാണ് ഇൻഷാ അല്ലാഹ് 10ാം വാർഷികം ആഘോഷിക്കുന്ന സമയം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സൗകര്യമുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ സ്ഥാപനം ലക്ഷ്യമിടുന്നത്. വിശുദ്ധ ഖുർആൻ ഇടമുറിയാതെ പാരായണം ചെയ്യപ്പെടുന്ന മജ്ലിസുൽ ഖുർആൻ സംവിധാനം 100ഓളം വിദ്യാർത്ഥികൾക്ക് ഖുർആൻ മനഃപ്പാഠമാക്കുവാനും പഠിക്കുവാനുമുള്ള സ്ഥാപന സമുച്ചയമായി വളർന്നു. തജ്വീദ്, വിവിധ പാരായണ ശൈലികൾ, അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള ഖുർആൻ പാരായണ പരിശീലനം എന്നിവയാണ് സെന്റർ ഫോർ ഹിഫ്ള് സ്റ്റഡീസ് ലക്ഷ്യമിടുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദർസ് പാരമ്പര്യത്തിൽ വലിയ പ്രവർത്തനം കാഴ്ചവെച്ച മഹൽ വ്യക്തിയാണ് ഞങ്ങളൊക്കെ ഉസ്താദായ ബഹുമാനപ്പെട്ട എ മുഹിയുദ്ദീൻ ഫൈസി ഉസ്താദ് അവറുകൾ. അവരുടെ നേതൃത്വത്തിൽ 10 വർഷമായി കോഴിക്കര പ്രദേശത്ത് കാം ഖുർആൻ അക്കാദമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കീഴിൽ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തസ്കിയ ദർസ്, അത്തസ്കിയ തഹ്ഫീദുൽ ഖുർആൻ പ്രധാനമായും സ്ഥാപനത്തിൻ്റെ സ്നേഹികളും സഹകാരികളുമായ വ്യക്തികളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് വേണ്ടി പരിശുദ്ധ ഖുർആൻ ഖത്മ് ഓതി സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ തുടങ്ങിയ ഈ സ്ഥാപനം അത്തസ്കിയ ദർസിൻ്റെ സംവിധാനത്തോടുകൂടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ 35ഓളം വരുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ഉപരിപഠനം കഴിഞ്ഞ് നിരവധി മഹല്ലുകളിലും സ്ഥലങ്ങളിലുമായി ദീനീ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ സ്ഥാപനത്തിൻ്റെ 10ാം വാർഷികം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നിരവധി പദ്ധതികളാണ്
ഇവിടെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹിഫ്ള് പഠനം പൂർത്തിയാക്കിയവർക്ക് പ്രാമുഖ്യം നൽകി മതപഠനത്തോടൊപ്പം അക്കാഡമിക വിദ്യാഭ്യാസവും സമന്വയിപ്പിക്കുന്ന സംവിധാനമാണ് അത്തസ്കിയ ഇന്റഗ്രേറ്റഡ് സ്റ്റഡീസ്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ പ്രബുദ്ധരായ പണ്ഡിതന്മാരെ വളർത്തിയെടുക്കുക, മതപരവും അക്കാഡമികപരവുമായ മേഖലകളിൽ മികവുള്ള വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തുക, പൊതുസമൂഹത്തിന് ഖുർആൻ പാഠങ്ങളും പഠനങ്ങളും സാധ്യമാക്കുക, വിശുദ്ധ ഖുർആൻ പാരായണം ഇടമുറിയാതെ നിലനിർത്താൻ മജ്ലിസുൽ ഖുർആൻ കൂടുതൽ ജനകീയമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കാം ഖുർആൻ അക്കാഡമി പുതിയ പ്രൊജക്ട് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 10ാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ പുതിയൊരു പ്രൊജക്റ്റുമായി ബഹുമാനപ്പെട്ട ഉസ്താദിനും സയ്യിദ് അവറുകളെയും അവരുടെ ആ വ്യത്യസ്തമായ രീതികൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ പ്രൊജക്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. അൽഹംദുലില്ലാ, വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടെ വ്യത്യസ്തമായ രീതിയിൽ 300-ലധികം വരുന്ന കുട്ടികൾക്ക് ഭൗതികവും ഇസ്ലാമികവും സ്പിരിച്വലുമായ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്ന രീതിയിൽ ഈ പ്രൊജക്റ്റ് കാം ഖുർആൻ അക്കാഡമിയുടെ 10ാം വർഷത്തോടനുബന്ധിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്യുക. അക്കാദമിക അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആക്കം കൂട്ടുന്ന ഫാത്തിഹ് പ്രൊജക്ട് കാം അക്കാഡമിയുടെയും ഖുർആൻ പഠന രംഗത്തെയും നാഴികക്കല്ലാവും. 120 ഹാഫിളുകൾക്ക് താമസിച്ചു പഠിക്കുവാനുള്ള സൗകര്യം, 150 ശരിഅ വിദ്യാർത്ഥികൾക്ക് അക്കാഡമിക് ബ്ലോക്ക്, ആധുനിക സൗകര്യങ്ങളോടെ 2 ഹോസ്റ്റലുകൾ, ഖുർആൻ പഠനത്തിനായി AI ഇന്റഗ്രേറ്റഡ് സ്റ്റുഡിയോ, 100 മഹല്ലുകളിൽ ഹോളി ഖുർആൻ ഫാമിലി മീറ്റുകൾ, 1 ലക്ഷം മജ്ലിസുൽ ഖുർആൻ അംഗങ്ങൾ. ഈ പരിസരങ്ങളിലെ 7 മഹാന്മാരായ ആളുകൾ ബഹുമാനപ്പെട്ട അയിലക്കാട് സയ്യിദ് സിറാജുദ്ദീൻ ഖാദിരി റളിയല്ലാഹു അൻഹു, അറക്കൽ കുഞ്ഞുമരക്കാർ മൂപ്പ റളിയല്ലാഹു അൻഹു, കൊള്ളന്നൂർ അവറാൻകുട്ടി ഉപ്പാപ്പ റളിയല്ലാഹു അൻഹു, കോക്കൂർ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ റളിയല്ലാഹു അൻഹു, കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു, കക്കടിപ്പുറം അബ്ദുറഹ്മാൻ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു, കൊഴിക്കര കണ്ടങ്കായി ആലി മുസ്ലിയാർ റളിയല്ലാഹു അൻഹു. ഈ 7 മഹാന്മാരുടെ സ്മരണയായിട്ട് കൊഴിക്കരയിൽ ആരംഭിച്ച സ്ഥാപനമാണ് കാം ഖുർആൻ അക്കാദമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിനെ ഇമാമായാണ് സൃഷ്ടാവ് പരിചയപ്പെടുത്തിയത്. ഒരു ഗ്രന്ഥത്തെ മാനവരാശിയുടെ ലീഡർ ആയി സംവിധാനിച്ച മതമാണ് ഇസ്ലാം. ഐഹിക, ഖബർ, പാരത്രിക ജീവിതത്തിലുടനീളം ഖുർആൻ വെളിച്ചമായി, ദർശനമായി, വഴികാട്ടിയായി, ഓർമ്മപ്പെടുത്തലായി സുവിശേഷം അറിയിച്ച് നമ്മുടെ കൂടെയുണ്ടാവും. വിശുദ്ധ ഖുർആൻ ഇരുലോകത്തും വിശ്വാസിയുടെ ആത്മപ്രകാശമാണ്, ശാന്തിയാണ്, രക്ഷാകവചമാണ്. ഖുർആനിന്റെ ആത്മീയ വെളിച്ചത്തിൽ ഉത്ഭവിക്കുകയും വളരുകയും ചെയ്യുന്ന കാം ഖുർആൻ അക്കാഡമിയുടെ മൗലികമായ ലക്ഷ്യവും ഖുർആൻ പഠനവും പ്രചരണവുമാണ്. അതിനായി കാം അക്കാഡമി വിഭാവനം ചെയ്ത ഫാത്തിഹ് പ്രൊജക്ട് നമുക്കൊരുമിച്ച് സാക്ഷാത്കരിക്കാം. വിശുദ്ധ ഖുർആനിലൂടെ നിത്യശാന്തി നേടാൻ നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. وَلَقَدْ يَسَّرْنَا الْقُرْآنَ لِلذِّكْرِ فَهَلْ مِن مُّدَّكِرٍ. ഖുർആനിനെ നാം പഠിക്കാൻ എളുപ്പമാക്കി തന്നിരിക്കുന്നു. ആരാണ് അതിന് ഒരുങ്ങിയിട്ടുള്ളത്?